തൈമാസ തമിഴ് പെണ്ണേ നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? ചായ ഇപ്പൊ വേണ്ടായിരുന്നു മണി. എന്തായാലും ഇട്ടതല്ലേ കൂടി എന്നിട്ട് വണ്ടി പിടിക്കാം. പിടിക്കേ. ഇതേ ഈ മഴയത്തൊക്കെ ഇട്ട് ഓടിച്ചിട്ടാണ് അടിവശത്തൊക്കെ ചെളി കയറി തുരുമ്പും കയറിയിട്ടുണ്ട്. ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. തുരുമ്പും ചെളിയും പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ബാക്കി എന്തൊന്നുണ്ട്? മണി, നിനക്ക് എപ്പോഴുള്ള ഒരു സ്വഭാവമാണ് ഈ വണ്ടിയെ കുറ്റം പറച്ചില്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എപ്പോഴും ആവശ്യം നീ വണ്ടിയേ ഉള്ളൂ. എന്റെ അച്ഛനോട് പറഞ്ഞാലേ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങനെ എത്തും. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും ഒരു വണ്ടി കൊണ്ടുവരട്ടാന്ന്. അച്ഛനറിയാം നമ്മുടെ ബുദ്ധിമുട്ട്. അമ്മ അമ്മയ്ക്ക് വിളിച്ചു പറയാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ ചെയ്യരുത്, മോശമാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ അച്ഛൻ വാങ്ങിച്ചതാ ഒരു വണ്ടി. എന്തായാലും ഞാൻ വിളിച്ചു പറയും. ഞാൻ ഒരു കാര്യം പറയാം പിങ്കി, എന്നെ ധിക്കരിച്ച് വിളിച്ച് പറയുകയോ ഒരു വണ്ടി ഇവിടെ വരികയോ ചെയ്തതാണെങ്കിൽ അമ്മയാണ് സത്യം. ഞാനാ വണ്ടി കയറൂല. പിന്നെ നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചേരൂല. എന്റെ അച്ഛൻ വാങ്ങിച്ചേരാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കില്ല. ഇത് ഒരുമാതിരത്തെ വല്ലത്തെ വാശിയായി പോയിട്ടാ. കഷ്ടം തന്നെ. ഇതേ അമ്മ ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് പോവാനേ അറിയാൻ പറ്റുള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞാലേ ഒരു ശൈലിയാണ്. ഉദാഹരണം, ഇവിടെ ആംഗ്ല മണിക്കുട്ടൻ ചേട്ടന്റെ എന്തോ ചേട്ടനെ കുറ്റം പറഞ്ഞല്ല, സത്യമാണ് പറയണേ. അതായത് നിങ്ങളുടെ അമ്മാവൻ ഇവിടെ ആംഗ്ല അച്ഛന്റെ ആളിയേ. ഓ തുടങ്ങി. മണിക്കുട്ടി, നിന്റെ അച്ഛന്റെ സ്വത്തിന്റെ ഒരു കാൽഭാഗം പോലും മണിക്കുട്ടന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ട് തന്നെ അത് കോടിക്കണക്കിനുണ്ട്. അയാളെ ഒരു സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ടോ? മണിക്കുട്ടന് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്. ഒരു സൈക്കിൾ പോലും ഇല്ല. ഉപയോഗിക്കണത് അച്ഛന്റെ പഴയ കാറ്, അച്ഛന്റെ ബൈക്കൊക്കെയാണ്. എന്താ കാര്യം? അത് അയാളുടെ ശൈലിയാണ്. അതുപോലെ ഈ രവീന്ദ്രനാഥിനും ഒരു ശൈലിയുണ്ട്. മനസ്സിലായ? ഓ മനസ്സിലായി. എന്റെ അമ്മോ വല്ലാത്തൊരു ശൈലിയായി പോയി. എന്റെ ചേട്ടനെ സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പൈസ ചെലവാക്കാൻ ഒരു മടിയുമില്ല. അത് ശരി തന്നെ. അടുത്ത കാലത്ത് ഞാൻ അറിയുന്നുണ്ട് മണിക്കുട്ടന്റെ കുറെ പൈസ ചെലവാക്കല്. പാടത്തും പറമ്പിലും ആ തൊടിയിലും ആറ്റിൻകരയിലൊക്കെ ഇരുന്നിട്ട് കൂട്ടുകാരുമായിട്ടൊരു കൂടലുണ്ട്. ഞാൻ പറയാം മണിക്കുട്ടി, ഇത് മോശമാണ്. പൈസ വാരി എറിഞ്ഞാണ് കളിക്കണത്. അവസാനം ഒരാവശ്യം വരുമ്പോ ഈ കൂട്ടുകാരും കാണൂല. മനസ്സിലായ? അമ്മ അച്ഛനെ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ് അമ്മ കല്യാണം കഴിച്ചത്. അയ്യോ അതൊക്കെ വലിയ കഥയാണ്. അന്ന് അങ്ങേരെ അടുത്തൊന്നും ഒരു വാ തുറന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കൂലായിരുന്നു. നന്നായി. ഇങ്ങനെ ആലോചന വന്നപ്പോഴേ എന്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞ് മണിക്കുട്ടിയുടെ റേഞ്ചിലുള്ള ആളല്ലെന്ന്. പക്ഷെ അച്ഛൻ ഇങ്ങനെ ബോധിച്ചു. അത് വലിയൊരു കഥ. പിന്നെ പെണ്ണ് കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. അങ്ങനെയല്ല ഇങ്ങനെ കെട്ടിയത്. പാവം തോന്നി കെട്ടിയതാണ്. പാവം തോന്നി കെട്ടിയതാ. പിന്നല്ലാണ്ട് മക്കളെ, അന്ന് ഇതുപോലെ ഒന്നുമല്ല. എന്നെ കാണാൻ നല്ല ലുക്കായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ഓഫീസിലെ ടെൻഷനും ജോലി തിരക്കും ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് നിറമൊക്കെ മാറി പോയി, ക്ഷീണിച്ചു. മക്കളെ, ഇത് മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് അല്ലേ? ജോലി തിരക്ക് കാരണം കറുത്തു പോയെന്ന്. നേരെ പെണ്ണ് കാണാൻ വന്നപ്പോ ഇരുന്ന് ഇരിപ്പ് കാണണമായിരുന്നു. എല്ലും ഉന്തി കവിളൊട്ടി രണ്ട് കണ്ണ് മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടല്ലോ. നിർത്ത് തന്നെ സമ്മതിച്ചു. നീയൊക്കെ ഐശ്വര്യ റായിയും സുസ്മിത സെന്നും നയൻതാരയൊക്കെ. ഞാൻ അമരേഷ് പുരി. ഓ വലിയ സുന്ദരിമാരി വന്നിരിക്കുന്നു. എവിടെന്നാ ശരിയാവൂല. കമ്മീഷണർ പോണാ പിടി കായം കുടിച്ചോണ്ട് വന്നിരിപ്പുണ്ട് രാവിലെ. ശരിക്കും കമ്മീഷണർ തന്നെ. നോട്ടം കണ്ടു കഴിഞ്ഞാലേ പോലീസ് ആണെന്നാണ് ഭാവം. നിന്നെയൊക്കെ പോലെ ക്രീമും വാരി തേച്ചോണ്ടല്ല ഞാൻ നടക്കണേ. അതാണ് വെളുപ്പ്. മനസ്സിലായ? പറഞ്ഞപ്പോഴാണ് കുറച്ച് ക്രീം എടുക്കട്ടെ. ക്രീം നിന്റെ അച്ഛനെ കൊണ്ടുവിടും. ചോദിച്ചത് നീയൊക്കെ എന്റെ അടുത്ത് പരിപാടി. വരാമേ മക്കളെ. അമ്മ പറയണത് കഥ വേറെ. പക്ഷെ മക്കളൊന്നും അച്ഛനോട് എങ്ങനെയൊന്നും സംസാരിച്ചുകൂടാ. തെറ്റാണ്. എന്തോ ഇതാരീ പറയണത്? ഈ വീട്ടിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ കളിയാക്കണത് അമ്മയാ. അമ്മ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. അല്ലേ റിങ്കി? ഒന്നും പറഞ്ഞില്ല. എനിക്കാ നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഓ പാവച്ച്. എന്നാലും റിങ്കി നീ അത്ര പറയണ്ടായിരുന്നു. ഞാൻ എന്തോന്ന് പറഞ്ഞു? നീ എന്നാ പറഞ്ഞു? എന്തോന്ന്? അയ്യേ
ഇതെന്തോന്ന് കുമ്മായോ? കറക്റ്റ് ചാർലി ചാപ്ലിനെ പോലെ ഉണ്ട്. ഭയങ്കര രോമം, മൊത്തത്തിൽ ഒന്ന് ഷേവ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തോന്നു മീശയാ? അയ്യോ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവുമല്ലോ. അച്ഛൻ സ്കിൻ വൈറ്റനിങ് ക്രീം തേച്ച എന്താണെന്ന് അറിയോ? ഞാൻ മസിൽ പെയിന്റ് പോലത്തെ ക്രീമാണ്. ഇനി മുഖം നീറും. അതാണ് നീറിന് മണി. അയ്യോ മക്കളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? നല്ല സുഖം ഉണ്ടോ അച്ഛാ? മണി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഇല്ല ഇനി മൊത്തത്തിലങ്ങ് വെളുത്തോളും. മോളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ മോളെ? മണി വെള്ളം എടുത്തുണ്ടോ? പോയി കുറച്ച് വെള്ളം എടുത്തോണ്ടോ മോളെ? കുറച്ച് വെള്ളം എടുത്തോണ്ടോ മോളെ? നീറിന് അച്ഛന് പറ്റിച്ച് ക്രീം പുരട്ടുമ്പോ ആലോചിക്കണം. എടുത്തോണ്ട് വാ മോളെ. നീറണല്ലേ? പൊന്നു മോളല്ലേ, പോയിട്ട് വാ. അമ്മ നീറുന്നു. നീറി വയ്യ. കുളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഇനി കൊണ്ട്. ഉരുളയ്ക്ക് പേര്